2020 ക്രിക്കറ്റിൽ ഇനി രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ജോസ് ബട്ട്ലർ. കാര്യം എന്താണെന്നല്ലേ, 2020 ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് അടിക്കുന്ന താരമെന്ന ചരിത്ര നേട്ടം ജോസ് ബട്ട്ലർ സ്വന്തമാക്കിയിരിക്കുകയാണ്. കീറോൺ പൊള്ളാർഡിനെ മറികടന്നാണ് ജോസ് ബട്ട്ലർ ഈ ഒരു നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ദി 100 ലീഗിൽ മാഞ്ചസ്റ്റർ ഒറിജിനൽസിനായി 27 പന്തിൽ പുറത്താകാതെ 51 റൺസ് അടിച്ചതോടെയാണ് ബട്ട്ലർക്ക് ഈ ഒരു ചരിത്ര നേട്ടം സ്വന്തമാക്കാനായത്. അതായത് 522 മത്സരങ്ങളിൽ നിന്നായിട്ട് 14,833 റൺസാണ് T20യുടെ ചരിത്രത്തിൽ ബട്ട്ലർ നേടിയിരിക്കുന്നത്. 10 സെഞ്ചുറികളും 106 അർദ്ധ സെഞ്ചുറികളുമുണ്ട്. 14,803 റൺസ് ആയിരുന്നു പൊള്ളാർഡിനുണ്ടായിരുന്നത്. അത് 663 ഇന്നിംഗ്സിൽ നിന്നുമായിരുന്നു. 100 ലീഗ് മത്സരമാണെങ്കിലും 2020 ഫോർമാറ്റ് ആയിട്ടാണ് ഇത് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ റെക്കോർഡുകളെല്ലാം കണക്ക് കൂട്ടുന്നതും 2020 ഫോർമാറ്റിന്റെ കൂടെയാണ്. നമുക്ക് ഈ ഒരു റൺവേട്ടയിൽ ആദ്യത്തെ 10 സ്ഥാനങ്ങളിലുള്ള താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. ജോസ് ബട്ട്ലറുടെയും കീറോൺ പൊള്ളാർഡിന്റെയും കാര്യം നമ്മൾ പറഞ്ഞു. ക്രിസ് ഗെയിൽ ആണ് പിന്നീട് 3-ാം സ്ഥാനത്ത് വരുന്നത്. 455 ഇന്നിംഗ്സിൽ നിന്നും 14,562 റൺസ് യൂണിവേഴ്സൽ ബോസിന്റെ പേരിലുണ്ട്. അലക്സ് ഹെയിൽസ് പിന്നീടുണ്ട്. 523 ഇന്നിംഗ്സിൽ നിന്നും 14,449 റൺസ്. ഡേവിഡ് മാർണർ 438 ഇന്നിംഗ്സിൽ നിന്നും 14,284 റൺസ്. പിന്നീട് നമ്മുടെ വിരാട് കോഹ്ലി ഉണ്ട്. 413 ഇന്നിംഗ്സിൽ നിന്നും 14,218 റൺസ്. ജെയിംസ് വെയിൻസ് 479 ഇന്നിംഗ്സ് 13,777 റൺസ്. ഷൊഹൈബ് മാലിക് 515 ഇന്നിംഗ്സിൽ നിന്നും 13,571 റൺസ് നേടിയിട്ടുണ്ട്. ഡി കോക്ക് 438 ഇന്നിംഗ്സിൽ നിന്നും 12,654 റൺസ്. 10-ാം സ്ഥാനത്ത് നമ്മുടെ രോഹിത് ശർമ്മ 459 ഇന്നിംഗ്സിൽ നിന്നും 12,531 റൺസാണ് രോഹിത് ശർമ്മയുടെ സമ്പാദ്യം.